കടൽമണൽ ഖനനത്തിനെതിരെയുള്ള സമരം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ശക്തമാക്കും. പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി ശനിയാഴ്ച ആഴക്കടൽ സമരം നടത്തും. രാവിലെ 7 മണിക്ക് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും നിരവധി വള്ളങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിൽ പോയി നടത്തുന്ന സമരസംഗമത്തിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP ആഴക്കടലിലേക്ക് യാത്ര ചെയ്യും. കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള സമരം ശക്തമാക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ടെൻഡർ ഏറ്റെടുക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തും എന്നാണ് കേന്ദ്ര ഖനം മന്ത്രാലയ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനർത്ഥം കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുക്കുമെന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കാനാണ്. ആർക്കാണോ കടൽ മണൽ ഖനനത്തിന് വേണ്ടി ടെൻഡർ ലഭിക്കുന്നത് അവർ പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് പറഞ്ഞ ടെൻഡർ കിട്ടിയ ആൾ ഏതായാലും നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കില്ലല്ലോ. അപ്പോൾ അത് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുകയാണ്. KPCCയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും റദ്ദാക്കണം. അത് റദ്ദാക്കുന്നവരെ ഞങ്ങൾ അതിശക്തമായി സമരം മുന്നോട്ട് പോകും. സമരത്തിൻ്റെ 3ാം ഘട്ടം എന്ന നിലയിൽ ആലപ്പുഴയിലാണ് സമരം. 8-ാം തീയതി ശനിയാഴ്ച തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെയും ആലപ്പുഴ DCC പ്രസിഡന്റ് B ബാബുപ്രസാദ് മുൻ MLAയുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ നൂറുകണക്കിന് വള്ളങ്ങളിലായി ആഴക്കടലിൽ പോയി സമരസംഗമം നടത്തുകയാണ്. ഒരു ആഴക്കടലിൽ സമരസംഗമം നടക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആഴക്കടലിൽ സമരസംഗമം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് KC വേണുഗോപാൽ MPയുടെയും B ബാബുപ്രസാദ് DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരും കടലിൽ പോയി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടൊപ്പം കടലിൽ പോയി സമരസംഗമം നടത്തും. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലടക്കം വിവിധ സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കൊല്ലത്ത് തീരക്കടലിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായി ആലപ്പുഴയിലാണ് ആഴക്കടൽ സമരം ശനിയാഴ്ച രാവിലെ 7 മണിക്ക് നടക്കുന്നത്. തോട്ടപ്പള്ളിയിൽ ഹാർബറിൽ നിന്നും നിരവധി വള്ളങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിൽ പോയി സമരസംഗമം നടത്തും. മത്സ്യത്തൊഴിലാളികളോടൊപ്പം AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP ആഴക്കടലിലേക്ക് യാത്ര ചെയ്യും. പുറംകടലിൽ വെച്ച് അദ്ദേഹം സമരസംഗമം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഖനി മന്ത്രാലയം സെക്രട്ടറിയുടെ പ്രസ്താവന ശുദ്ധ തട്ടിപ്പാണെന്നും മത്സ്യത്തൊഴിലാളികളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്നും TN പ്രതാപൻ പറഞ്ഞു. മന്ത്രാലയം കൊച്ചിയിൽ നടത്തിയ യോഗത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമുദായിക വിഭാഗങ്ങളും ചേർന്ന് രൂപീകരിച്ച കോഓർഡിനേഷൻ കമ്മിറ്റിയെ പോലും ക്ഷണിച്ചിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളെയും ക്ഷണിച്ചില്ല. കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവരെ മാത്രം വിളിച്ചോ എന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പച്ചക്കള്ളം മാത്രമാണ് ഖനി മന്ത്രാലയം സെക്രട്ടറി പറയുന്നതെന്നും TN പ്രതാപൻ പറയുന്നു. കടൽമണൽ ഖനനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്നത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. തീരദേശ ജനതയെ ബോധവൽക്കരണം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നത് മേഖലയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ്. കേന്ദ്ര സർക്കാരും അവരുടെ ചങ്ങാത്ത മുതലാളിമാരും സാമ്പത്തിക ലോബികളും ചേർന്ന് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വിലക്കെടുക്കുവാനും രാഷ്ട്രീയ സാമൂഹ്യ ചേരിതിരിവ് സൃഷ്ടിക്കുവാനും ശ്രമിച്ചാൽ സർവശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും TN പ്രതാപൻ പറഞ്ഞു. ശനിയാഴ്ച നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ആഴക്കടലിൽ സമരസംഗമത്തിൽ പങ്കെടുക്കുന്നത്. മാർച്ച് 12-ന് നടക്കുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിവരികയാണ്. KPCC നടത്തുന്ന കടലോര സമരയാത്ര വിജയിപ്പിക്കുന്നതിനായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും TN പ്രതാപൻ പറഞ്ഞു. TN പ്രതാപനെ കൂടാതെ ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബുപ്രസാദ്, അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി AR കണ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.